എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ ദർപ്പണം എന്ന 3-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ പാഠഭാഗമായ തേങ്ങ എന്ന പാഠഭാഗമാണ്. ജീവിതാനുഭവങ്ങളെ വളരെയധികം തീവ്രതയോടെ തൻ്റെ എഴുത്തുകളിൽ ആവിഷ്കരിക്കാൻ സാധിച്ച കവിയാണ് ചെറിയാൻ കെ. ചെറിയാൻ. മലയാളത്തിൻ്റെ പ്രമുഖ കവിയാണ് ചെറിയാൻ കെ. ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ എപ്പോഴും ഒരു സമകാലിക പ്രസക്തി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് 2007 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക രചനകളിലും അദ്ദേഹം ഹാസ്യത്തിൻ്റെ ഒരു അംശം കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു ഹാസ്യ ഗദ്യ കവിതയാണ് നമുക്ക് പഠിക്കുവാനുള്ള തേങ്ങ എന്ന പാഠഭാഗം. ഇത് ചെറിയാൻ കെ. ചെറിയാൻ്റെ തിരഞ്ഞെടുത്ത കവിതകളിലുള്ള ഒരു ഭാഗമാണ്. പേജ് നമ്പർ 83 ഈ പാഠഭാഗം ഉള്ളത്. നമുക്ക് ഈ പാഠഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു ചെറിയ പാഠഭാഗമാണ്. ഇതിൽ ഒരുപാട് പഠിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനോ ഒന്നുമില്ല. നമുക്ക് വായിച്ചു പോയാൽ വളരെ പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഈ പാഠഭാഗം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ തെങ്ങിൻ ചോട്ടിലിരുന്ന് മുറുക്കുകയായിരുന്നു. പൊടുന്നനെ ഒരു പെരുന്തൻ തേങ്ങ ഞെടുപ്പറ്റു താഴേക്കു പോന്നു. അയൽക്കാരൻ പാലുശ്ശേരിൽ നാരായണപിള്ള കാഴ്ച കണ്ട് മേലുധരിച്ചു നിന്നുപോയി. തേങ്ങ ഉച്ചയ്ക്കു തന്നെ വീണു. ദേവസ്യ പിന്നിലേക്കു മലർക്കെ മരിച്ചെന്നു തന്നെ നാരായണൻ പിള്ള കൽപ്പിച്ചു. അത്ഭുതമെന്നേ പറയേണ്ടു. ദേവസ്യക്കല്ല, പറ്റിയത് തേങ്ങയ്ക്കായിരുന്നു. അതു നാരോടെ പൊട്ടിക്കീറി അടുത്തുള്ള കുളത്തിൽ തെറിച്ചു വീണു. ഓടിയെത്തിയ നാരായണൻ പിള്ളയെ കാണെ ചിരിക്കാനാണ് തോന്നിയത്. ഇത്ര പെരുത്തൊരു തേങ്ങ ഇത്ര പൊക്കത്തിൽ നിന്നു വീണിട്ടും താൻ മരിച്ചില്ലല്ലോ എന്നോർത്ത് ദേവസ്യക്ക് ചിരി അടങ്ങാതെ പോയി. നാരായണൻ പിള്ളയെ നോക്കി അയാൾ ചിരിച്ചു. കുളത്തിൽ നോക്കി ചിരിച്ചു. തെങ്ങിൻ മണ്ടയുടെ നേർക്ക് കുടുകുടെ ചിരിച്ചു. മലർന്നും കിടന്നും ചിരിച്ചു. പള്ളയ്ക്കു കൈ ചേർത്തു ചിരിച്ചു. എന്തിന്? ചിരിച്ചു ചിരിച്ച് ചിരിയടങ്ങാനാവാതെ കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ ഒടുവിൽ ശ്വാസം മുട്ടി മരിച്ചു. വളരെ എളുപ്പമല്ലേ ഈ പാഠഭാഗം? കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി തെങ്ങിൻ ചോട്ടിലിരുന്നിട്ട് ഇങ്ങനെ മുറുക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു തേങ്ങ വീണു. അപ്പോൾ തേങ്ങ വീണത് അയാളുടെ മൂർത്താവിലേക്കായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽക്കാരനായിട്ടുണ്ടായിരുന്ന പാലുശ്ശേരിൽ നാരായണൻ പിള്ള ഈ കാഴ്ച കണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അയാൾ വെറുതെ അല്ല നിന്നത്, അയാൾ ഈ കാഴ്ച കണ്ടിട്ട് അയാളുടെ മേല് ധരിച്ചു നിന്നുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ ഓടി വന്നിട്ട് ദേവസ്യയെ നോക്കുന്ന സമയത്ത് ദേവസ്യയ്ക്കൊന്നും പറ്റിയിട്ടില്ല. ദേവസ്യയുടെ തലയിൽ വീണിട്ടുണ്ടായിരുന്ന ആ തേങ്ങ നാരോടുകൂടി 2 ഭാഗമായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ വീണത് വേറെ ഒരാളെങ്കിലും കണ്ടാൽ നമുക്ക് വേദന ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ചിരിക്കുമല്ലേ? അപ്പോൾ അതുപോലെ നാരായണപിള്ള കണ്ട സമയത്ത് ദേവസ്യ എന്ത് ചെയ്തു? ചിരിച്ചു. ചിരിച്ച് ദേവസ്യ പല കോലത്തിൽ പല ഭാവത്തിൽ ചിരിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ചിരിച്ച് അയാൾക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒടുവിൽ അയാൾ ശ്വാസം മുട്ടി മരിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ ഗുണപാഠം എന്ന് പറയുന്നത് തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത് എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാഠഭാഗം. വളരെ എളുപ്പമല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പുതിയൊരു പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.